നമസ്കാരം. ഗസയിലേക്ക് അവശ്യ വസ്തുക്കളുമായി എത്തിയ ഫ്രീഡം ഫ്ലോട്ടില സംഘാംഗങ്ങളെ ഇന്ന് തന്നെ നാടുകടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചു. ഗ്രിറ്റ തുമ്പയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിൽ 12 പേരാണ് ഉള്ളത്. ഇവരുടെ കപ്പൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം തടഞ്ഞിരുന്നു. ഇവരുടെ കപ്പൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്നാണ് ഗ്രിറ്റ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങളെ ഇവർ അറസ്റ്റ് ചെയ്തത്. ഇവരെല്ലാം ഇന്ന് തന്നെ അവരവരുടെ നാടുകളിലേക്ക് നാട് കടത്താനാണ് ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വളരെ കർശന നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും ഉള്ളത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും കഴിഞ്ഞ ദിവസം സൈന്യത്തോട് ഇവരോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇവരെ എല്ലാവരെയും ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് അവരവരുടെ നാടുകളിലേക്ക് ഇവരെ നാട് കടത്തുന്നത്. ഈ നാട് കടത്തുന്ന കാര്യത്തിലും ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാട് കടത്താനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിക്കുന്നവരെ തുടർന്ന് കോടതി ഹാജരാക്കാനാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം. അവിടെ നിന്ന് ഇവരെ നാട് കടത്താനുള്ള നിർദ്ദേശം കോടതിയിൽ നിന്ന് വാങ്ങി അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഫ്രീഡം ഫ്ലോട്ടിലയുടെ നേതൃത്വത്തിൽ നേരത്തെയും ഇത്തരത്തിൽ ഗാസയിലേക്ക് അവശ്യ വസ്തുക്കളുമായി യാത്ര പുറപ്പെട്ടിരുന്നു. അന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന കപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് പിന്നിൽ ഇസ്രായേലാണ് എന്നൊക്കെയാണ് അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ഇസ്രായേൽ നിഷേധിക്കുകയായിരുന്നു. ഫ്രീഡം ഫ്ലോട്ടില എന്ന മനുഷ്യാവകാശ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത്രയും ആളുകൾ കപ്പലിൽ ഗാസയിലേക്ക് വരുന്നത്. എന്നാൽ ഇവർ ഹമാസിനെ സഹായിക്കാനാണ് എത്തുന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇവരെ ഹമാസ് അനുകൂലികൾ എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു തരത്തിലുമുള്ള ദയ അർഹിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഗാസയിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചത്. സമുദ്രത്തിൽ വെച്ച് തന്നെയാണ്, നടുക്കടലിൽ വെച്ച് തന്നെയാണ് ഇവരെ ഇസ്രായേൽ സൈന്യം തടഞ്ഞത്. തുടർന്നാണ് ഇവരെ എല്ലാവരും കസ്റ്റഡിയിലെടുത്തത്. ഈ കസ്റ്റഡിയിലെടുത്ത ഈ ആക്ടിവിസ്റ്റുകളുടെ എല്ലാം തന്നെ രാജ്യങ്ങളിൽ നിന്നുള്ള എംബസികളിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ സന്ദർശിച്ച് അവരുടെ ആരോഗ്യസ്ഥിതിയും മറ്റുമൊക്കെ തന്നെ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇസ്രായേൽ ആകട്ടെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കടുംപിടുത്തി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവരെ എത്രയും വേഗം നാട് കടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. മാത്രമല്ല, ഇനി അവർക്കൊരിക്കലും തിരിച്ച് ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് ഗാസയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും നിയമ സംവിധാനങ്ങളുമൊക്കെ ഏർപ്പെടുത്താനും ഇസ്രായേൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ മാസം 1-ാം തീയതിയാണ് ഇവർ ഗാസയിലേക്ക് പുറപ്പെട്ടത്. സൈന്യം പിടികൂടിയതിന് ശേഷം ലൈഫ് ജാക്കറ്റ് ധരിച്ച് കൈകൾ ഉയർത്തി നിൽക്കുന്ന ഇവരുടെ ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു. നേരത്തെ ഗാസയിലേക്കുള്ള അവശ്യവസ്തുക്കളുടെ വിതരണം ഇസ്രായേൽ തടഞ്ഞു വെച്ചിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇവിടേക്ക് വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ തന്നെ ഹമാസ് ഭീകരർ തട്ടിയെടുത്തതിന് ശേഷം കരിഞ്ചന്തയിൽ വിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവർ അത് വിതരണം തടഞ്ഞു വെച്ചത്. പിന്നീട് ആഗോളതലത്തിൽ തന്നെ ഇതിന് എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഇസ്രായേൽ ഈ തീരുമാനം പിൻവലിച്ചതും. ഇപ്പോൾ ഗാസയിലേക്ക് അവശ്യവസ്തുക്കളും ഭക്ഷണവും മരുന്നും എല്ലാം തന്നെ ധാരാളമായി എത്തുന്നുമുണ്ട്. പിന്നെ അതിനിടയിൽ കൂടി ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നതെന്ന് വെച്ചാൽ അത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണുള്ളതെന്നും ഇത് സെൽഫി എടുക്കാനുള്ള ഒരു യാത്രയാണ് എന്നുമൊക്കെയാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ കളിയാക്കി പറയുന്നത്.